ഹായ് ഹലോ എല്ലാവർക്കും ഏറ്റവും പുതിയ റിവ്യൂയിലേക്ക് റിവ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു തമിഴ് ചിത്രമാണ്. ഇതയം മുരളി എന്നാണ് ചിത്രത്തിൻ്റെ പേര് പോലെ തന്നെ ഒരു ആയിട്ടുള്ള ഒരു കഥാപാത്രമായിട്ട് തന്നെയാണ് ഇത് കഥാനായകൻ വരുന്നത്. അതുകൊണ്ട് നമുക്ക് കൂടുതലായിട്ട് തന്നെ പരിചയപ്പെടാം. ഡയറക്ഷൻ, അതായത് കഥ, തിരക്കഥ, സംഭാഷണം എല്ലാം ചെയ്തിട്ടുള്ളത് ആകാശ് ഭാസ്കരനാണ്. കാരണം ഈ ഒരു പടത്തിൻ്റെ ഡയറക്ഷൻ, സ്ക്രീൻ പ്ലേയും എല്ലാം ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ എല്ലാ പരിചാരലും ആ വ്യക്തിയിൽ തന്നെ ഒറ്റ വാക്കിൽ പറഞ്ഞു തീർക്കാൻ സാധിക്കും. അത് തന്നെ ഏറ്റവും വലിയ ഒരു ഗുണമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കാശ് നോക്കി കഴിഞ്ഞാൽ അഥർവ, കായിഡു ലോഹ, പ്രീതി മുകുന്ദൻ തുടങ്ങിയവർ പ്രധാനമായും കാസ്റ്റിംഗ് വരുന്നുണ്ട്. ഫഹദ് ഫാസിൽ, മാളിക, മോഹനൻ തുടങ്ങിയവർ പ്രധാനമായിട്ടും ഒരു ക്യാമറ റോൾ വരെ ഒന്ന് പ്രത്യക്ഷപ്പെട്ട് പോകുന്നുണ്ട്. ബാക്കി പരിചയമുള്ള കുറച്ച് മുഖങ്ങളൊക്കെ നമുക്ക് അതിലൂടെ തന്നെ മെല്ലെ വരാം. തമൻ CS ആണ് മ്യൂസിക്. അത്യാവശ്യം മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് നല്ലൊരു പണി എടുത്തിട്ടുണ്ട്. അത് മാത്രമാണ് ആക്കിയിട്ട് ഗുണമായിട്ടുള്ളൂ. ഇതേപോലുള്ള ടീസറോ ട്രെയിലറോ കണ്ടാൽ തന്നെ നമുക്ക് വ്യക്തമായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കും പടം ഏത് ലെവലിലേക്കാണ് പോകുന്നത്. അതിൽ ട്രെയിലർ അവസാനമായിട്ട് ഇറങ്ങിയ ട്രെയിലർ കണ്ടാൽ തന്നെ വ്യക്തമാണ്. ഏകദേശം 2.5 മിനിറ്റാന്ന് തോന്നുന്നുണ്ടായിരുന്നു ട്രെയിലർ അന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ വ്യക്തമായി തന്നെ പടത്തിന്റെ മൊത്തം സീൻസും ആ ട്രെയിലർ എടുത്ത് കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പടത്തിൽ കൂടുതലായിട്ട് വലിയ അത്ഭുതങ്ങൾ സംഭവിക്കാൻ വേണ്ടി പോകുന്ന ഉറപ്പോട് കൂടിയിട്ടൊന്നല്ല കയറിയിട്ടുണ്ടായിരുന്നു. ഒരു അലമ്പ് പടം എന്ന രീതിയിൽ തന്നെയായിരുന്നു. തീർച്ചയായിട്ടും ആ പടം കണ്ടിറങ്ങിയപ്പോൾ അതേ രീതിയിൽ തന്നെയായിരുന്നു കണ്ടിറങ്ങിയപ്പോൾ ഒരു ഫീലിംഗ് കിട്ടിയത്. അതുകൊണ്ട് കൂടുതലായിട്ട് വലിയ നിരാശയോ കാര്യങ്ങളൊന്നുമില്ല. കാരണം നമുക്കറിയാലോ എന്താണ് സംഭവിക്കാൻ വേണ്ടി പോകുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് അതേപോലെ തന്നെ കൃത്യമായി തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതലായിട്ട് വലിയ സങ്കടമോ കാര്യങ്ങളൊന്നും വന്നതില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അഥർവയാണ്. ഇതയം എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഇതയ എന്ന് വിളിക്കുന്നുണ്ട്. വെറൈറ്റി ഒരു പേര് തന്നെയാണ്. നമ്മുടെ എന്താ പറയാ, ദൃശ്യം 3 നമ്മുടെ ലാലട്ടൻ പകളെ കല്യാണം അയച്ചു വന്ന വേറൊരു പേരുണ്ടെന്ന് ആ വ്യക്തിയുടെ പേര് മറന്നുപോയതുപോലെ തന്നെ അധീരെ വേറൊരു പേരാണ് അവീര. അതേപോലെ തന്നെ ഒരു പേരാണ് ഇതയം. അപ്പൊ ഇതയ എന്ന് വിളിക്കുന്നുണ്ട്. മുരളി എന്താ സംഭവം മനസ്സിലായില്ല. അത് അദ്ദേഹത്തിന്റെ ഒരു ഹാർട്ട് ബീറ്റ് ആയിരിക്കാം. അപ്പോൾ ആ ലെവലിലോട്ട് പോകുന്ന ഒരു കഥാപാത്രമായിട്ട് മുന്നോട്ട് പോകുന്നു അഥർവ. ഇതിൽ പ്രധാനമായിട്ടും സ്റ്റോറി നോക്കിയിട്ട്, അതായത് തന്റെ പ്രണയം തുറന്നു പറയാൻ കഴിയാത്ത കഴിവില്ലാത്ത ഒരു മൊണ്ണേശായിട്ടുള്ള ഒരു നായകനാണ് അഥർവ ഇതിൽ വന്നിട്ടുള്ളത്. അതല്ല തനി മൊണ്ണ. കാരണം ഇക്കണ്ട കാലത്ത് ഈ തമിഴ് ഇൻഡസ്ട്രിയിൽ നിന്നും പല ചിത്രങ്ങൾ മാറി വരുന്നുണ്ട്. എങ്കിലും വർഷം 1, 2, 3 ചിത്രങ്ങൾ ഇതുപോലത്തെ ഒരു മൊണ്ണയായിട്ടുള്ള പടങ്ങൾ വരാൻ വേണ്ടി പോകുന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല. ആ ലിസ്റ്റിലേക്ക് ലാസ്റ്റ് പെടുത്താവുന്ന ഒരു ചിത്രം തന്നെയാണ് ഇതയം മുരളി എന്ന് പറഞ്ഞ ചിത്രം. ഈ പടത്തിന്റെ ഒരു സബ്ജക്റ്റ് അത് തന്നെയാണ്. നമ്മുടെ നായകന് ചെറുപ്പം തന്നെ ഒരുപാട് ഇൻസിഡന്റും കാര്യങ്ങളും സംഭവിക്കുന്നുണ്ട്. അവന്റെ ചെറുപ്പകാലം, അതുപോലെ തന്നെ പ്രണയം കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നു. പ്രത്യേകിച്ച് യാതൊരു ഇമ്പാക്റ്റും ഇല്ല. സ്ഥിരമായി കണ്ടുവരുന്ന അതേ പാറ്റേൺ തന്നെ മുന്നോട്ട് പോകുന്നു. ഒരാളെ കണ്ടു കഴിഞ്ഞ് വീണ്ടും അടുത്തേക്ക് ചാടുന്നു. വീണ്ടും പഴയ ആൾ കാണുമ്പോൾ വീണ്ടും അതിന്റെ പിന്നാലെ പോകുന്നു. വീണ്ടും അപ്പോഴേക്കും പഴയ ആൾ വീണ്ടും വരുന്നു. അത് ഇപ്പോഴത്തെ ആൾ വരുന്നു, പുതിയ ആളെ കിട്ടുന്നു. ഇതൊക്കെ തന്നെയാണ് ഈ പടത്തിന്റെ പ്രധാനമായിട്ടും ഒരു ഇതാക്കി പോകുന്നത്. അതിനിടയ്ക്ക് വേറൊരു മണ്ടനായിട്ട് ഫഹദ് ഫാസിൽ കഥാപാത്രമായിട്ട് വരുന്നുണ്ട്. ഒരു തനി മണ്ടനായിട്ടുള്ള റോള്. അതിനിടയ്ക്ക് ആവശ്യത്തിന്റെ ടൂണൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. രംഗങ്ങളുടെ സീനൊക്കെ അതൊക്കെ വളരെ ബോറായ പോലെ തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒട്ടും തന്നെ ഒരു സുഖമായിട്ട് എനിക്ക് അനുഭവപ്പെട്ടില്ല. നമുക്കൊരു സ്റ്റോറി നോക്കാം. നമ്മുടെ കഥാനായകന്റെ ഒരു കല്യാണവുമായി ബന്ധപ്പെട്ടിട്ടാണ് കഥ ആരംഭിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആരംഭിച്ച സമയത്ത് ന്യൂയോർക്കാണ് കാണിച്ചിട്ടുള്ളത്. അവൻ നാട്ടിലോട്ട് തിരിച്ചെത്താൻ വേണ്ടി ശ്രമിക്കുന്നു. അതായത് കല്യാണത്തിന്റെ തലേന്ന് അവൻ്റെ അമ്മാവൻ വിളിക്കുന്നു. അതിനിടയ്ക്ക് നമ്മുടെ ഫഹദിനെ ഫ്ലൈറ്റിൽ വെച്ച് കാണുന്നു. അപ്പോൾ ട്രെയിനിൽ നിന്ന് വ്യക്തമാണ് ആ ഫഹദിനോട് തന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അതൊന്നാണ് കഥ ആരംഭിക്കുന്നത്. ആ കഥ കേട്ട് തന്നെ നമ്മുടെ കണ്ണ് നിറഞ്ഞു പോകും. ഈ ദൈവമേ, ഈ മാതിരി അപരാധത്തിലാണല്ലോ തല വെച്ചെന്ന് ഓർത്തിട്ട് പിന്നീട് ആ അപരാധം കേട്ട് എൻ്റെ വരെയും ഇത് തന്നെയാണ് പരിപാടിയായിട്ട് മുന്നോട്ട് പോയിട്ടുള്ളത്. അതിനിടയ്ക്ക് എന്തൊക്കെയോ സസ്പെൻസും കാര്യങ്ങളൊക്കെ എത്തിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ ചെയ്ത് വയ്ക്കുന്നുണ്ട്. ഒരുമാതിരി അലമ്പ് പിടിച്ചൊരു പടം വേണമെങ്കിൽ ഈ അടുത്ത കാലത്തൊന്നും തമിഴിൽ നിന്ന് ഞാൻ കണ്ടിട്ടുണ്ടാവില്ല. അത്രയേറെ ദുരന്തം പിടിച്ച ഒരു വൃത്തികെട്ട ഒരു പടം വേണമെങ്കിൽ പറയാൻ സാധിക്കും. അത്ര ഞാൻ ഉറപ്പായിട്ട് ഞാൻ പറയുന്നു. കാരണം അത്രയേറെ ഒരു വെറുപ്പിയെ സമ്മാനിക്കുന്നുണ്ട്. കാരണം നമ്മൾ എത്രയൊക്കെ മോശപ്പെട്ട പടമാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ പടത്തിൽ ഉണ്ടാവും, ചെറിയ പ്രതീക്ഷ ഉണ്ടാവും. അതൊന്നുമില്ല. പഴയകാല ഡയലോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ആ ഫഹദിനോട് മുന്നോട്ട് പറയുന്നു. അപ്പോൾ അവന് മാമനാണെന്നു അച്ഛനമ്മില്ല. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു ടീച്ചറെ കാണുന്നു. അപ്പോൾ ടീച്ചറെ കാണുമ്പോൾ ഒരു പാസം പോലെ മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഉമ്മ വെച്ച് കഴിഞ്ഞാൽ കുട്ടികളുണ്ടാവുന്ന ഏതൊരു മണ്ടന്മാർ കൊടുക്കുന്നു. അങ്ങനെ ആ ടീച്ചർ ഒരു ദിവസം പ്രഗ്നൻ്റ് ആവുന്നു. അപ്പോൾ ടീച്ചറുടെ മകൻ ഇവന്റെ മകനാണെന്ന് വിചാരിച്ച് നടന്ന ചെറുപ്പകാലത്തിലാണോ മുന്നോട്ട് വയ്ക്കുന്നത്. അത് കഴിഞ്ഞ് അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞ് നമ്മുടെ സ്കൂൾ കാലഘട്ടം കാണിക്കുന്നു. അവിടെ വെച്ച് നമ്മുടെ കഥാനായിക കാണിക്കുന്നുണ്ട്. അപ്പോൾ വീണ്ടും പ്രണയത്തിലാവുന്നു. അല്ലെങ്കിൽ പ്രണയം പോലെ തോന്നുന്നു. പക്ഷെ അത് തുറന്നു പറയാൻ സാധിക്കുന്നില്ല. അവിടെ കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു. വീണ്ടും കുറച്ചു കാലത്തിന് ശേഷം കോളേജ് കാലഘട്ടം കാണിക്കുന്നുണ്ട്. അവിടെ നമ്മുടെ വേറൊരു നായിക വരുന്നു.
അവരായിട്ട് കുറച്ചു നേരം ഇഷ്ടത്തിലാവുന്ന ഇവര് തോന്നുന്നുണ്ട്. പക്ഷെ പരസ്പരം പ്രണയം തുറന്നു പറയുന്നില്ല. അപ്പം ഈ സമയം ആവുന്നുണ്ട്. ഇതിന് ഇന്റർവെൽ സീൻസ് ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ദുരന്തം പിടിച്ച ഒരു ഇന്റർവെൽ ബ്ലോഗൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ കഥാനായകൻ പറയാണ് ഇന്നെ പോലെ തന്നെ ഒരുപാട് ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ടാവും. കാരണം വെച്ച് കഴിഞ്ഞാൽ സ്വന്തം പ്രണയം തുറന്നു പറയാൻ സാധിക്കാത്ത അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചിത്രമാക്കി മാണ്ടാണ് ഇതിന് ഇന്റർവെൽ സീൻസ് ഒക്കെ ഫസ്റ്റ് ഹാഫ് അവസാനിച്ചത്. അപ്പോൾ അത് വെച്ച് തന്നെ നമുക്ക് മനസ്സിലാവും ഏത് പാറ്റേണാണ് കഥ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ നേരെ സെക്കൻഡ് ഹാഫിലോട്ട് വരുന്നു. വീണ്ടും കഥ അതേപോലെ തന്നെ ഫ്ലാറ്റായി മുന്നോട്ട് പോകുന്നുണ്ട്. സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോൾ പണ്ടത്തെ കുറച്ച് കഥാപാത്രങ്ങളൊക്കെ വീണ്ടും തിരിച്ച് റിട്ടേൺ വരുന്നുണ്ട്. അപ്പോൾ നായകൻ കൺഫ്യൂഷനാണ്. അതായത് എവിടെയെങ്കിലും ഒളിച്ച് നിൽക്കടാ വേറെ തോന്നിപ്പോകും, നമ്മളങ്ങനെ പറഞ്ഞു പോകുന്നു. എനിക്കെങ്ങനെ തോന്നിയിട്ടില്ല ഈ കഥാപാത്രം കണ്ടപ്പോൾ. കാരണം അവൻ്റെ കല്യാണം ഓൾറെഡി ഉറപ്പിച്ചിട്ടുണ്ട്. അതിനിടയ്ക്ക് വീണ്ടും ഒരു പെണ്ണിനെ കാണുന്നു. അപ്പോൾ വീണ്ടും അവളെ പിന്നാലെ പോകുന്നു, വീണ്ടും അടുപ്പത്തിലാവുന്നു. അങ്ങനെ അവളെ മുന്നോട്ട് പോകുന്ന സമയത്ത് വേറൊരു നായിക കയറി വരുന്നുണ്ട്. അപ്പോൾ വീണ്ടും അവളോട് എന്ത് പറയണമെന്ന് അറിയില്ല. വീണ്ടും അവളായിട്ട് കുറച്ച് കാര്യം ഇറങ്ങി നടക്കുന്നു. അപ്പോഴേക്ക് വീണ്ടും കല്യാണത്തിന് വന്ന് ഒത്തിരിക്കുന്നു ഇങ്ങനെ മൊണ്ണനെ പോലെ. അപ്പോൾ ഈ മൊണ്ണ ഇങ്ങനെ വന്ന് കൊത്തിരിക്കുന്നു. അതിനിടയ്ക്ക് വീണ്ടും പഴയൊരു നായക വീണ്ടും കയറി വരുന്നു. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. അതിനിടയ്ക്ക് ഏറ്റവും മറ്റൊരു മൊണ്ണേഷായിട്ട് ഫഹദ് ഫാസിൽ വരുന്നുണ്ട്. എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു. ഫഹദ് തന്നെ അറിയില്ല ഫഹദിന്റെ റോള് എന്താണ്, താൻ ആരാ എന്ന് ചോദിച്ചു പോകുന്ന അവസ്ഥയായിരുന്നു ഫഹദിന്റെ റോൾ ഇത് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നത്. ഫഹദിന്റെ വൈഫായിട്ട് ഫഹദിന്റെ അമ്മയാണെന്ന് തോന്നിപ്പോകുന്ന ഒരു കഥാപാത്രത്തിന്റെ ആണ് വൈഫായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. അവിടെയൊക്കെ ക്യാരക്ടേഴ്സ് കൊടുത്തൊക്കെ വളരെ ബോറിംഗ് ആയിട്ടാണ് ഓരോ ഡെപ്തും കാര്യങ്ങളും കൊടുത്തിട്ടുള്ളത്. എന്തെങ്കിലും ഇവർ തമ്മിലൊരു മിംഗ്ലിങ് വേണ്ടേ, അതില്ല. ഇത് അമ്മയാണോ മകനാണോ ഒന്നും തന്നെ പറഞ്ഞു പോകുന്നത്. വൈഫാണെന്ന് പറയുന്നുണ്ട് ഫഹദിന്റെ ഒരു പേരിന് കൊടുത്തിട്ട്. ആ നിലയ്ക്കാണ് ആ ഒരു അവസ്ഥ പോയിട്ടുള്ളത്. ആ കഥാപാത്രത്തിന്റെ ആവശ്യം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അങ്ങനെ ഒരു കഥാപാത്രം ഒരു ആവശ്യം ഉണ്ടാകുന്നില്ല. അതിനിടയ്ക്ക് കുറച്ച് ഡബിൾ റോളൊക്കെ ആയിട്ട് രണ്ട് വ്യക്തികൾ വരുന്നുണ്ട്. മാളവിക മോഹനെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കല്യാണത്തിന് വരുന്നു, ഡ്രസ്സ് ഇടുന്നു, ഒരു പാട്ട് സീൻ വരുന്നു, മോതിരം ഇടുന്നു, വീണ്ടും കസാല വന്ന് കുത്തിരിക്കുന്നു, എയിംസ് പോകുന്നു. അതേ പരിപാടി തന്നെയാണ്. പ്രത്യേകിച്ച് യാതൊരു ഇതിൽ ഞാൻ പറഞ്ഞില്ല ബെറ്ററായിട്ട് ഇന്നേ വരെ അവരുടെ മികച്ച പ്രകടനം ഞാൻ വേറെ സത്യത്തിലും കണ്ടിട്ടില്ല. ഇനി ഉണ്ടാവാൻ പോകുന്നത് ഡൗട്ടാണ്. അപ്പോൾ ആ നിലയ്ക്കാണ് അവരുടെ ഒരു സീൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഇതിൽ പിന്നെ മാമനായിട്ട് വന്നുള്ളത് വെച്ചാൽ നമ്മുടെ ഇപ്പോൾ അടുത്തായിട്ട് ടി വിക്ക് നമ്മുടെ ദാപതി വിജയുടെ ഒരു എന്താ പറയുക ഇലക്ഷന് മുമ്പായിട്ട് ഒരു തമിഴിൽ നിന്നൊരു ചിത്രം വന്നിരുന്നു. അതിൻ്റെ പേര് ഞാൻ വിട്ടുപോയി. അതിൽ നായകനാണ് ഇതിൽ മാമനായിട്ട് വന്നിട്ടുള്ളത്. പിന്നെ കുറേ മണ്ടന്മാരായിട്ടുള്ള കുറച്ച് സുഹൃത്തുക്കളും കാര്യങ്ങളൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട്. എന്തൊക്കെയോ ചെയ്തു വെക്കുന്നു. ഇവൻ സാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ എണിച്ചിരിക്കും. അതേപോലെ തന്നെയാണ് കുറെ സപ്പോർട്ട് ചെയ്തിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. പടത്തിൻ്റെ ഇടയ്ക്കൊക്കെ ഒരു ആശ്വാസമായിട്ട് തോന്നിയില്ല തമൻ CS-ന്റെ മ്യൂസിക്കാണ്. അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. കാരണം എനിക്ക് തോന്നുന്നു ഈ പടത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ഡൗൺ ആയപ്പോഴും മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് എന്താണ് വേണ്ടി ചെയ്യാൻ ഉദ്ദേശിച്ചത് അത് കുറച്ചും കൂടി ഒരു ആശ്വാസകരമാകാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അത് മാത്രമാണ് എനിക്ക് അവിടെ ഒരു പോസിറ്റീവിൽ പെടുത്താവുന്ന ഒരു ഘടകമായിട്ടുള്ളൂ. ബാക്കിയൊക്കെ വൻ ദുരന്തമായിട്ട് തന്നെയാണ് ഇതേ മുറിയിൽ ചെന്ന് അവസാനിക്കുന്നത്. കാരണം എല്ലാം വൻ ദുരന്തമായിരുന്നു. ഡയറക്ഷൻ ഞാൻ പറഞ്ഞു, ഡയറക്ഷൻ ആണെങ്കിലും കഥാതിരിക്കുന്ന സംഭാഷണം എല്ലാം ഒരാളായതുകൊണ്ട് തന്നെ ഒരാൾ നമ്മൾ മാത്രം തെറി വിളിച്ചാൽ മതി. അദ്ദേഹം എന്തായാലും വളരെ തനിക്ക് പറ്റാവുന്ന രീതിയിൽ വളരെ മോശമായി തന്നെ തന്നിട്ടുണ്ട്. പിന്നെ അഥവാ ഇതിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി പോകുന്നു എനിക്ക് തോന്നുന്നില്ല. സ്ഥിരം പാറ്റേൺ തന്നെ അതേപോലെ എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പ്രീതിമുഖം ഇപ്പോൾ കാട് ലോഹർ പഴയകാല പടത്തിൽ നിന്നും വീണ്ടും അവർ ഇറങ്ങി വന്നിട്ടില്ല എന്ന് ഓർക്കുമ്പോൾ വളരെ സങ്കടകരമായിട്ട് കാര്യം തന്നെയാണ്. മാളവിക മോഹനുണ്ട്, ഫഹദ് ഫാസിൽ സ്ഥിരം പോലെ തന്നെ ക്യാമറ റോൾ വന്ന് മൂമ്പി തെറ്റി ഇരിക്കുന്ന ഒരു അവസ്ഥയും ഈ പടത്തിലുണ്ട്. ആ മൊത്തത്തിൽ ഓളിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു മൊണ്ണേഷ് ആയിട്ടുള്ള ഒരു ചിത്രം തന്നെയാണ് ഇതയം മുരളി എന്ന് പറയാൻ വേണ്ടി സാധിക്കും. അത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ ചിത്രം കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ ഇപ്പോൾ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് മേടിക്കുക. അതൊക്കെ ബൈ.